ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കാലിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറച്ച് വ്യായാമങ്ങൾ. അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഈ കാലുകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം. ഈ ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ ഇല്ലാതെ വരുക. അതിനൊക്കെ തന്നെ കാലുകൾക്ക് പല പല പ്രശ്നങ്ങൾ. ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം അതിശക്തമായിട്ടുള്ള ഉപ്പൂറ്റി വേദന കൊണ്ട് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അതിനൊക്കെ തന്നെ കാലിൻ്റെ മുട്ടുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ വെരിക്കോസസിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾക്കാണ് പല പല പ്രശ്നങ്ങളാണ് ഈ പല ആൾക്കാരിലും കണ്ടുവരുന്നത്. ചെറുപ്പക്കാരിൽ പോലും നല്ല രീതിയിലാണ് ഇപ്പോൾ ഇത് കണ്ടുവരുന്നത്. സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കാലുകൾക്കുണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ചില ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി നമ്മുടെ കാലിൻ്റെ ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ്സുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. കാലിന് നല്ല ആരോഗ്യം ഉണ്ടാകും. നിങ്ങളുടെ ഈ കാഫ് മസിലിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. അതുവഴി നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾക്കും ഒക്കെ നല്ല ഒരു ആരോഗ്യം ഉണ്ടാക്കാനും രക്തഓട്ടമൊക്കെ സുഗമമാക്കാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഒരു 2-3 ദിവസം ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുമോ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത്രയും ബെനിഫിറ്റായിട്ടുള്ള വർക്കൗട്ടാണ് ഇത്. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, വളരെ ഗുണകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഈ കാലിൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്ന വ്യായാമങ്ങൾ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം കൂടെ കൂടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വർക്കൗട്ട് ആരംഭിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതാ നമ്മുടെ കാഫ് മസിലിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടാനുള്ള വർക്കൗട്ടാണ്. അതുവഴി നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാനും നല്ല ഒരാരോഗ്യം നിങ്ങളുടെ കാലുകൾക്ക് ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങളിത് വീട്ടിലൊന്ന് ഫോളോ ചെയ്യൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെയറിൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിരിക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ നിങ്ങളുടെ കാലുകളിങ്ങനെ മേളിലോട്ടും താഴോട്ടും കൊണ്ടുപോവുക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും താഴോട്ട് കൊണ്ടുവരിക, മേളിലോട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക, വീണ്ടും അതേ കണക്ക് തന്നെ ആവർത്തിക്കുക. കണ്ടില്ലേ, ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഈ കാഫ് മസിൽ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരൊറ്റ വർക്കൗട്ട് തന്നെ നമുക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ട് കിട്ടും. രണ്ടാമത്തെ വർക്കൗട്ട് നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, നല്ല ബോഡിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലുകളൊക്കെ നീട്ടി വെച്ചതിന് ശേഷം ഇതേ കണക്ക് നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് മുമ്പോട്ട്, നിങ്ങളുടെ കാലിലെ പാദങ്ങൾ ഇതേ കണക്ക് ബാക്കിലോട്ട്, കണ്ടില്ലേ, പാദങ്ങൾ മാക്സിമം ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക കാലിൻ്റെ പാദങ്ങൾ. കണ്ടില്ലേ, നല്ല ഒരു വർക്കൗട്ടാണിത്. ഇത് നമുക്ക് ഈ നമ്മുടെ ബാക്ക് മസിലിനും വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ ലോവർ ബാക്കിനും നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും ഇതുവഴി. ഓക്കെ, സാവധാനത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. പതുക്കെ താപ്പോട്ട് മാക്സിമം സ്ക്വീസ്, എത്രത്തോളം നിങ്ങൾക്ക് താഴോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ചെയ്യുക. ഇതേ കണക്ക് മേളിലോട്ട് കൊണ്ടുവരിക, ഇതേ കണക്ക് കൊണ്ടുവരിക, വീണ്ടും താപ്പോട്ട് സ്ട്രെച്ച്, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, മേലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഈ വർക്കൗട്ടുകളൊക്കെ തന്നെ നിങ്ങൾ ഒരു 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കാലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ഉപ്പൂറ്റി വേദന, അതിനൊക്കെ നിങ്ങളുടെ കാലിലെ മുട്ട് വേദന, ഈ കാലുകൾക്കുണ്ടാകുന്ന ഒരു തരിപ്പ്, ഒരു കോച്ചിപ്പിടുത്തം, ആ ഒരു മസിലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഇങ്ങനെ കിടന്നതിന് ശേഷം ഇതാണ്ട് നിങ്ങളുടെ കാലിൻ്റെ പാദം ഇതേ കണക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക, ഒരേ കണക്ക് അതേ കണക്ക് തന്നെ സ്ട്രെയിറ്റ് ആക്കുക, വീണ്ടും റൈറ്റ് സൈഡ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വർക്കൗട്ട്. ഓക്കെ, മൂന്നാമത്തെ വർക്കൗട്ട്. ലെഫ്റ്റ് സൈഡ് ആൻഡ് സ്ട്രെയിറ്റ്, വീണ്ടും റൈറ്റ് സൈഡിലോട്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഈ വർക്കൗട്ടുകളെല്ലാം നിങ്ങളൊരു കുറഞ്ഞത് ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്താൽ മതിയാവും. 10-15 പ്രാവശ്യം വെച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മുടെ നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകും. നിങ്ങൾ ഇങ്ങനെ കിടക്കുക, അതിനുശേഷം ഒരു കാല് ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത കാല് ഇങ്ങനെ ഒരു 90 ഡിഗ്രിയിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക, അതിനുശേഷം മേളിലോട്ട്, അതിനുശേഷം മാക്സിമം താപ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക, പാദം താപ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക, മേളിലോട്ട് മാക്സിമം പാദം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക, ഹോൾഡ്, വീണ്ടും മേളിലോട്ട്,
വീണ്ടും സ്ട്രെച്ച്, താഴോട്ട് ഹോൾഡ്. ഇത് കണക്ക് ചെയ്യുക. ഒരു കാലിന് 10 പ്രാവശ്യം വെച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ വർക്കൗട്ടുകളെല്ലാം സൂപ്പർ വർക്കൗട്ടാണ്. നമ്മുടെ കാലിലോട്ടുള്ള രക്തപ്രവാഹം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുവാനൊക്കെ നല്ല അടിപൊളി വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ കിടക്കുക. നിങ്ങൾ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്യും. നിങ്ങൾ എന്തായാലും ഈ കാലിൻ്റെ ഉപ്പൂറ്റ് വേദനയ്ക്കും കാലിൻ്റെ മുട്ട് വേദനയ്ക്കും കാലിൽ കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ ഡോക്ടർ മെഡിസിനൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കാലുകൾ കൊണ്ടുവന്ന എത്ര പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകൾ കൊണ്ട്. താപ്പോട്ട് സ്ട്രെച്ച്, മാക്സിമം എത്രത്തോളം നമ്മുടെ കാലിൻ്റെ പാദം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ 2 കാലുകളും ഇങ്ങനെ വെക്കുക ഒരു 90 ഡിഗ്രിയിൽ. അതിനുശേഷം ഇതേ കണക്ക് മേളിലോട്ടും താഴോട്ട് സ്ട്രെച്ച്, മേളിലോട്ട് ഹോൾഡ്, വീണ്ടും താഴോട്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. ഓക്കെ, ഇതും നിങ്ങളൊരു 10 അല്ലെങ്കിൽ 15 റെപ്സ് 15 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്ത് തീർക്കുന്നതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് മതിയാവും. പക്ഷേ 5-6 മിനിറ്റ് നിങ്ങൾ ചിലവഴിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ ആരോഗ്യത്തിന്, നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ കാല് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക നിങ്ങൾ. അതിനുശേഷം കാല് ഇങ്ങനെ ഒരു കാല് നേരെയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1 തിരിച്ച് 2 4 തിരിച്ച് 5 ഇത് കണക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു കാലിലൊരു 15 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ കാഫ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡറി ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു അവയവമാണ്. കാരണം അതിന് നല്ല ഒരു സ്ട്രെങ്തും നല്ലൊരു ബ്ലഡ് ഫ്ലോയും ഒക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, നമ്മുടെ സെക്കൻഡറി ഹാർട്ട്, നമ്മുടെ രണ്ടാമത്തെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കാഫ് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാലിലും നിങ്ങൾ ഒരു 15 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. ഞാൻ വീണ്ടും പറയുന്നു, സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. ആർക്കും ഒന്നും ചെയ്യുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഇഷ്ടി എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മറിഞ്ഞു വീഴും. അതിനുശേഷം 1 2 മേളിലോട്ട് മാക്സിമം പതുക്കെ താപ്പോട്ട് മേളിലോട്ട്. കാരണം നമ്മൾ മേളിലോട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിൽ നല്ല രീതിയിൽ ടൈറ്റ് ആവും. താഴോട്ട് വരുമ്പം അത് നല്ല റിലാക്സ് ആവും. ഓക്കെ, അതാണ് ഈ വർക്കൗട്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ വർക്കൗട്ട്. ഈ വർക്കൗട്ടുകൾ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.